ഗുഡ് മോർണിംഗ്. ഫാംകോസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് പള്ളിയിലൊക്കെ പോയി താമസിച്ചു പോയി കേട്ടോ. അപ്പം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് ചായയൊക്കെ വെച്ച് അമ്മ മുട്ട പുഴുങ്ങി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോടൊക്കെ പൊളിച്ച് ഞങ്ങൾ ചായയൊക്കെ ഒന്ന് കുടിച്ച് ഒരാശ്വസിച്ച് ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പൂരി മസാലയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത് 4 ടേബിൾ സ്പൂൺ റവ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെച്ചു. അതൊരു 10 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അത് കഴിഞ്ഞ ശേഷം ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. അത് ഞാൻ പള്ളി പോകുന്നതിന് മുമ്പ് ഞാൻ ഉരുളക്കിഴങ്ങ് കറി വേവിച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിനൊന്ന് കടുകൊക്കെ ഒന്ന് മൂപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂരി മസാല ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പൂരി മസാലയ്ക്ക് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുള്ള മല്ലിയിലയും അരിഞ്ഞിട്ടിട്ട് ആ കുതിരാൻ വെച്ചിരിക്കുന്ന റവയും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നല്ല വട്ടമുള്ള പാത്രം എടുത്തിട്ട് വേണം ഗോതമ്പ് പൊടി അതിലേക്കിട്ടും നന്നായിട്ട് പരത്തിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇച്ചിരി എണ്ണയൊക്കെ അതിന് മുകളിൽ തടവിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി. ഇന്ന് വെയിലൊക്കെ കണ്ട ദിവസമായതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ തുണിയൊക്കെ വിരിച്ചിടാനൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് മുറ്റത്തോടെയൊക്കെ ഒന്ന് നടന്ന് പറക്കിയെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും പൂരിയുടെ മാവ് നല്ല മയമൊക്കെ ആയി കേട്ടോ. അപ്പം ആ പൂരി മാവ് പൂരിയൊക്കെയല്ല മസാലപ്പൂരിക്കൊക്കെ പതുക്കെ സ്മൂത്തായിട്ട് പരത്തി എല്ലാം വെച്ച് കഴിഞ്ഞ് എണ്ണയും ചൂടാക്കാൻ വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാവണം. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേനും നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷമേ എണ്ണയിലേക്ക് ഈ പൂരി ഇടാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പൂരിക്ക് വേണ്ടിയിട്ടും തൈര്, നല്ല കട്ട തൈരും വേണം. കട്ട തൈരിൻ്റെ അകത്തേക്ക് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ടും വേണം വെക്കാൻ. ഈ കറിയിലും ആ ഉരുളക്കിഴങ്ങ് കറിയിലും മുക്കി ആ തൈരിലും കൂടെ ഡിപ്പ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് പൂരി മസാലയ്ക്ക്. അങ്ങനെ ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പുറത്തോടെ എല്ലാവരും പറമ്പിക്കൂടെയൊക്കെ എല്ലാവരും വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും